ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉണ്ണിമുകുന്ദനെ കുറിച്ചാണ്. മാർക്കോ എന്ന സിനിമയെ കുറിച്ചും ഉണ്ണിമുകുന്ദനെ കുറിച്ചും. ഉണ്ണിമുകുന്ദൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഒരു ഒരു കട്ട മോഹൻലാൽ ഫാൻ ആയ എനിക്ക് നമുക്ക് പല ആക്ടേഴ്സിനും ഇഷ്ടമുണ്ടാവില്ലേ. ഇപ്പം ഫഹദ് ഫാസിലിനെ, ആസിഫ് അലിയെ, ഉണ്ണിമുകുന്ദനെ ഇതൊക്കെയാണ് എനിക്ക് ലാലടനെ അല്ലാതെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള ആക്ടേഴ്സ്. പൃഥ്വിരാജിനെ ഞാൻ ഇവിടെ പറയാത്തത്, പൃഥ്വിരാജ് എനിക്ക് ലാലേട്ടൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ആര് എന്നുള്ള ഒരു ഫാൻ ബോയ്, ഒരു ഫാൻ മൊമെന്റ് എന്നുള്ള ഒരാളാണ് പൃഥ്വിരാജ്. സോ രാജേട്ടൻ ഇവിടെ പറയുന്നില്ല. അപ്പൊ ഉണ്ണിമുകുന്ദനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ലുക്ക് കൊണ്ടാണോ, കാരണം ആക്ടിങ്ങില് അദ്ദേഹത്തിനോടുള്ള ഭയങ്കര നല്ല സിനിമകളും ഭയങ്കര ആക്ടിങ് ടാലൻസ് കാണിക്കുന്ന സിനിമകളൊക്കെ ഈ അടുത്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. എന്നാലും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം മേ ബി അതിന്റെ ലുക്ക് കൊണ്ടും പിന്നെ ഇപ്പൊ ഈ അടുത്ത് ചെയ്ത് വന്ന കുറച്ച് ക്യാരക്ടർ ഉണ്ടായിരിക്കാം. സോ എന്ത് തന്നെ ആയാലും മാർക്കോ എന്ന് പറഞ്ഞ സിനിമ നാളെ റിലീസ് ആവണം. സോ ഇന്നേ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാപ്പബിലിറ്റി ആണ്. കാരണം നമുക്കറിയാം, മാർക്കോ എന്ന് പറഞ്ഞ സിനിമന്റെ ട്രെയിലർ ഇറങ്ങിയ മുതൽ അതിന് കിട്ടിയൊരു സ്വീകരണം ഭയങ്കര വലുതാണ്. അത് ഇന്ത്യയിൽ എല്ലായിടത്തും, ഇന്ത്യ മുഴുവൻ തരംഗമായി ട്രെൻഡിങ് ആയും അതിന്റെ ട്രെയിലർ മാറുകയും, എനിക്ക് തോന്നുന്നു IMDbയുടെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഇന്ത്യൻ മൂവിയിൽ ഒന്നാമതായിട്ടാണ് ഇപ്പം മാർക്കോ. നാളെ റിലീസ് ആവാൻ പോവാണ്. കാരണം അത്ര പ്രോമിസിങ് ആയ ഗംഭീരമായ ട്രെയിലറാണ്. ഞാൻ എന്റെ ഈ രണ്ടാം വരവിൽ എന്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ അതിനെ കുറിച്ച് തന്നെ ആയിരുന്നു. സോ എന്തൊക്കെ തന്നെ ആയാലും എനിക്ക് കുറച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ, ചില തോട്ട്സ്. കാരണം ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ, കാരണം ഈ മാർക്കോ എന്ന് പറഞ്ഞ അങ്ങനെ വലിയ എക്സ്പെക്ടേഷനിലും കൂടി ഇറങ്ങാൻ പോവാണ്. പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ പക്ക പാൻ ഇന്ത്യൻ മൂവി ലെവൽ, ഏത് ലാംഗ്വേജിന് ഇറക്കാൻ പറ്റിയ ഒരു കൺസെപ്റ്റ്, ഒരു സ്റ്റോറി. കാരണം ആക്ഷൻ ആണ്. സോ ആക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളെ ഏത് മൂവി, ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നിന്ന് പോലും മുൻകാലത്ത് പോലും തമിഴിലേക്കും ബാക്കി എല്ലാ കാര്യം, ഇപ്പൊ ലാലേട്ടന്റെ, സുരേഷ് ഗോപിയുടെ, മമ്മൂക്കയുടെ ഒക്കെ സിനിമാസ് പോലും വേറെ ലാംഗ്വേജുകളിലേക്ക് ഡബ് ചെയ്ത് പോകുന്നതും അങ്ങനെ പോകുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ KGF അല്ലെങ്കിൽ ബാഹുബലി ആവട്ടെ, ഇപ്പൊ ആക്ഷൻ ഓറിയന്റഡ് മൂവി, ആക്ഷൻ ഉള്ള മൂവീസിന് ഒരു പ്രത്യേക ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റ് ആണ്, ഒരു യൂണിവേഴ്സൽ സംഭവമാണല്ലോ ഈ ആക്ഷൻ എന്ന് പറഞ്ഞാല്. സോ അതുകൊണ്ടൊക്കെ തന്നെ ഞാനതിൽ നമുക്ക് പറയാം, പാൻ ഇന്ത്യൻ സ്റ്റാർസ് ഇപ്പൊ മലയാളത്തിൽ ആരുള്ളത്? ദുൽഖറിനെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് വരുന്നുണ്ട്, ഫഹദിനെ പറയുന്നുണ്ട്, അങ്ങനെ പല ആക്ടേഴ്സും നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ KGF ശേഷം യശ് എന്ന ആക്ടർ, കന്നഡ ആക്ടറിന് കിട്ടിയ ഒരു ഫെയിം, ആ ഒരു സംഭവം മലയാളത്തിൽ നിന്ന് ഇതേവരെ ആർക്കും കിട്ടിയില്ല. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് കിട്ടിയ ആ ഒരു സ്റ്റാർഡം, അതാണ് ഞാൻ പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ മനസ്സിലുണ്ടിരുന്നത്. സോ അങ്ങനെ ഒരു സ്റ്റാർഡം മലയാളത്തിൽ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ അത് കിട്ടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ മാർക്കോൽ ചെയ്യുന്ന നമ്മുടെ ഉണ്ണിമുകുന്ദനാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് അതിനോട് യോജിക്കും? ഉണ്ണിമുകുന്ദനെ പറ്റി പറയുമ്പോൾ ഞാൻ ആദ്യം ഇപ്പം ഇവിടെ നമ്മളെ പൃഥ്വിരാജ് അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം എടുത്ത് പറയാണ്. മുന്നേ ഒരു ഇന്റർവ്യൂല് ചോദിച്ചപ്പോൾ ഇന്റർവ്യൂവർ ഒരു KGF പോലത്തെ സിനിമ പൃഥ്വിരാജ് എടുക്കുമ്പോൾ ആരെ നായകനാക്കും ചോദിക്കുമ്പോൾ അവിടെ കൂടി നിന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത് ദുൽഖർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടേഴ്സിന്റെ പേര് നിവിൻ പോളി, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അപ്പൊ ആ ഒരു ലെവലിൽ ഉണ്ണിമുകുന്ദൻ ആ ഒരു നേരം കുറച്ച് താഴെയായിരുന്നു അപ്പൊ ഒക്കെ. പക്ഷെ അപ്പോഴും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടർ പറഞ്ഞത് ഉണ്ണിമുകുന്ദനെ പറ്റിയിട്ടാണ്. ഉണ്ണിമുകുന്ദനെ ഞാൻ നായകനാക്കുന്നു പറഞ്ഞത്. അതിന്റെ കാരണം എന്താ വെച്ചാല് അദ്ദേഹം പറയുന്നുണ്ട്, കാരണം KGF യശ് എന്ന് പറഞ്ഞാല് കന്നഡയിൽ ഒന്നുമല്ലാത്തൊരു താരമായിരുന്നു. അപ്പൊ ഞാൻ ആ പോയിന്റ്, പൃഥ്വിരാജ് നമുക്കറിയാം, അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണത്, അതിലെ വേറെ ഒന്നും കൊണ്ടല്ല. അദ്ദേഹത്തിന് അത്രത്തോളം ആ ഒരു ഫാർ തോട്ട്, ഒരു ഫാർ തിങ്കിങ് ആണ് അദ്ദേഹത്തിന്റെ. സോ അപ്പൊ ആ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങോട്ട് കടമെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, യാഷ് എന്ന് പറഞ്ഞ ആക്ടർ KGF കൂടെ ഇന്ത്യ മുഴുവൻ സ്റ്റാർഡം നേടിയ പോലെ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ആക്ടറാണ് ഉണ്ണിമുകുന്ദൻ. അല്ലെങ്കിൽ മലയാളത്തിൽ ആ ഒരു കേപ്പബിലിറ്റി ആക്ടർ ഉണ്ണിമുകുന്ദൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞാലോ. കാരണം അത് പറയാൻ ഒരു പോയിന്റ് ഉണ്ട്. വേറൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഫിസിക്ക്, അദ്ദേഹത്തിന്റെ ലുക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷൻ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഉണ്ണിമുകുന്ദൻ. മലയാളത്തിൽ ആരാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ പൃഥ്വിരാജ് നല്ല ആക്ഷൻ ചെയ്യുന്ന ആളാണ്. ബട്ട് ഉണ്ണിമുകുന്ദൻ ഒരു ട്രെയിൻഡ് ആയ ഒരാളെപ്പാണ് ആക്ഷൻ ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ പഴയ സിനിമ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ അതൊന്നും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് വന്നാല് അതൊരു വേറെ ലെവലിലേക്ക്. കാരണം മാർക്കോയിൽ നമ്മൾ കാണാൻ പോകുന്ന മാർക്കോ പ്രതീക്ഷ പറഞ്ഞാല് അതിന്റെ കൂടെ ഏറ്റവും ബ്രൂട്ടൽ ആയിട്ടുള്ള ഇന്ത്യൻ മൂവി, അങ്ങനെയൊക്കെ ഒരു കൺസെപ്റ്റ് വരുന്ന മൂവി. സോ അതിന്റെ വേറൊരു ഭാഗമാണ്. ഞാനിപ്പോ വെറും ഉണ്ണിമുകുന്ദനെ അദ്ദേഹത്തിന്റെ കാപ്പബിലിറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ടോ. അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ, എന്റെ അഭിപ്രായത്തിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആവാൻ യശ് ആയ പോലെ
രക്ഷ KGF കിട്ടിയ പോലെ ആവാൻ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരാൾ ഉണ്ണിമുകുന്ദനാണ്. പൃഥ്വിരാജ് ഓൾറെഡി നമ്മൾ പറയാം, പൃഥ്വിരാജ് ഓൾറെഡി സലാറും ഹിന്ദീസും ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഇപ്പത്തെ ഒരു സിനാരിയോയില് ഉണ്ണിമുകുന്ദനാണെന്നാണ് എനിക്ക് ഏറ്റവും, കാരണം നാളത്തെ ഒരു ദിവസം കൊണ്ട് ചിന്തിച്ചു നോക്കും, നാളെ മാർക്ക് റിലീസാണ്. നാളത്തോടു കൂടി ഉണ്ണിമുകുന്ദൻ ഒരു യഷിനെ പോലെ ഇന്ത്യയിൽ ഏറ്റവും സ്റ്റാർഡമുള്ള ഒരാളായി മാറില്ല എന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ മലയാളം മൂവിക്കുള്ള റീച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ മൊത്തം ഉറ്റുനോക്കുന്നത് മലയാളം ഇൻഡസ്ട്രിയാണ്. സോ അവിടെ നിന്ന് വരുന്ന ഒരു മൂവി ഇപ്പൊ ഭയങ്കര ഫേവറബിൾ സിറ്റുവേഷൻ ആണ് മലയാള സിനിമയ്ക്ക്. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു മൂവി, ഇത്ര ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവി, ഉണ്ണിമുകുന്ദനെ പോലെ എത്ര ഗുഡ് ലുക്കിംഗ് ആയ ഹാൻഡ്സം ആയ ഫിസിക്ക്, ഭയങ്കര ഫിസിക്കുള്ള ആള് ഇങ്ങനത്തെ ഒരു മൂവിയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ അതിനുള്ള സാധ്യത ഭയങ്കര വലുതായിട്ടാണ് കാണുന്നത്. നമുക്ക് ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റില്ല നാളെ ചിലപ്പോൾ ഉണ്ണിമുകുന്ദന്റെ ദിവസമായി മാറിക്കഴിഞ്ഞാൽ അടുത്ത യശ് ഉണ്ണിമുകുന്ദൻ തന്നെയായിരിക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലും ചിന്തിച്ചു നോക്കുക. വേറെ ഇഷ്ടം പോലെ ആക്ടേഴ്സും നല്ല ഉണ്ണിമുകുന്ദനെക്കാട്ടി എത്രയോ നല്ല രീതിയിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ നമ്മൾ മലയാളത്തിലുണ്ട്. പക്ഷേ ഫഹദിന് പറ്റാത്ത, ആസിഫ് അലിക്ക് പറ്റാത്ത, നിവിൻ പോളിക്ക് പറ്റാത്ത, എല്ലാവർക്കും പറ്റാത്ത ഒരു കുറച്ച് സബ്സ്റ്റൻസ് ഉള്ള ആളാണ് ഉണ്ണിമുകുന്ദൻ. ഈ ഒരു ലെവലിൽ നമ്മളിപ്പോ പാനിന്റെ എല്ലാ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ അവരെന്താണ്, ഇപ്പൊ തെലുങ്ക് ആക്ടേഴ്സിന് എന്താ വേണ്ടി, അവർക്ക് വലിയ അഭിനയിക്കുന്ന ആളാവശ്യമില്ല. ഹിന്ദി അവർക്ക് ഭയങ്കര അഭിനയം കാഴ്ചവെക്കുന്ന ആളാവണമെന്നില്ല. എല്ലാ ഒരു ആംഗിളിൽ കൂടി നോക്കിയിട്ട് ഞാൻ പറയുന്നത്, ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആൾക്ക് അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട്. ഇപ്പം അദ്ദേഹം ഗംഭീര ഒരു ആക്ടറും കൂടിയാണ്. ഒരു വലിയ ബിഗ് ബജറ്റ് ആയിട്ട് വലിയൊരു സ്കെയിലില് ഈ ഒരു ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആക്ഷൻ ഓറിയന്റഡ്, അതും അതിലും ഭയങ്കര ബ്രൂട്ടലായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കാണാൻ പോകുന്നത്. സോ അങ്ങനെ ഒരു ക്യാരക്ടറിൽ ഇത്ര ഒരു ആക്ടർ വന്ന് നിൽക്കുമ്പോൾ ആ സിനിമയെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറിയും കൂടി, അല്ലെങ്കിൽ ആ ഒരു മൂവി നമ്മൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയി മാറിക്കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പാണ് മേ ബി നെക്സ്റ്റ് ഒരു സൂപ്പർ സ്റ്റാർഡം, ഇന്ത്യ മുഴുവൻ സ്റ്റാർഡം കിട്ടുന്ന ഒരു ആക്ടറിലേക്ക് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർ മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരാളോടുള്ള വിശ്വാസം, അദ്ദേഹം എന്ത് പറയുമ്പോഴും അത് ഫ്യൂച്ചറിൽ നടക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് അതും കൂടി ഞാൻ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നാളെ റിലീസാണ് മാർക്കോ. എന്ത് എക്സ്പെക്ടേഷനും എന്തുണ്ടെങ്കിലും ഒക്കെ തിയേറ്ററിൽ ആണ് നമ്മൾ അതിന്റെ ഒരു ഫൈനൽ റിസൾട്ട്, എൻഡ് റിസൾട്ട് നമ്മൾ കാണാൻ എപ്പോഴും ഓൾവേസ് നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഞാൻ പറഞ്ഞതിൽ യോജിപ്പുണ്ട് എന്ന് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, കാരണം ഞാൻ പറയുന്നത് വളരെ പർട്ടിക്കുലർ ആയിട്ട് പോയിന്റുകൾ അവിടെ നിന്ന് എടുത്ത് പറയാണ്. ഇപ്പം മലയാള സിനിമയില് ഈ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു യാഷ് വന്ന പോലെ അറിയപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആക്ടർ അത് ഉണ്ണിമുകുന്ദനാണ്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ആയിട്ട് വരുമ്പോൾ നമുക്കത് നാളെ അറിയാം. ഓക്കെ, നാളെ തന്നെ അതിന്റെ തീരുമാനം നമുക്കറിയാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.